അപ്പോൾ നമ്മൾ വെളുപ്പിനെത്തിയതിന് ശേഷം നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ തന്നെ നേരത്തെ ഇത്രയും പെട്ടെന്ന് എണീക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് എണീറ്റ് കുളിച്ച് ഫ്രഷായി അപ്പം നേരെ നമ്മൾ മെസ്സിലോട്ട് പോവുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പം ഇന്നായിരുന്നു ആദ്യത്തെ ഇവിടുത്തെ ഫുഡ് കഴിക്കലും പരിപാടിയൊക്കെ. അപ്പം നേരെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എന്താ പറയുക നമ്മൾ നേരെ നടന്ന് അവിടുത്തെ പരിപാടിയെല്ലാം കണ്ട് സീനറിയും എല്ലാം കണ്ട് നമ്മൾ പുറത്തോട്ട് പൂനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മൾ എന്താ പറയുക പുറത്തോട്ട് ഇറങ്ങി ക്യാബ് ചെയ്തു. നമുക്കൊരു ക്യാബ് കിട്ടിയായിരുന്നു, ക്യാൻസലാക്കി. നമ്മളൊരു ഓട്ടോയ്ക്ക് നമ്മൾ എന്താ പറയുക അഗാധ പാലസിലെത്തി. അപ്പോൾ അടിപൊളിയായിരുന്നു, ഗാന്ധിജിയുടെ സ്മാരകവും പിന്നെ എല്ലാം ഉള്ളത്. അപ്പം അവിടെ വാക്സ് പ്രതിമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് പോയി ഓരോ കാര്യങ്ങൾ അവിടെ കുറേ പിള്ളേരൊക്കെ വന്നിരുന്നു കാണാൻ വേണ്ടി. അപ്പം അതും കണ്ടതിന് ശേഷം അവിടെ കുറേ പണികളൊക്കെ നടക്കുകയായിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ട് കാണാം അഗാധ പാലസ്. ഞാൻ ചുമ്മാ കാണാൻ പോയി, ഇത്രയും പ്രതീക്ഷയില്ല. കുറേ പ്രതിമകൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്, ഗാന്ധിജിയുടെ പ്രതിമ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ നേരെ മഴയെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ഇരുണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ സമാധിയിലോട്ട് പോയി. മഹാത്മാഗാന്ധിയുടെ സമാധി ഉണ്ട്. അപ്പോൾ അവിടെ ഒരു സമാധിയും കണ്ടു കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് രണ്ട് ബംഗാളി ഡൽഹിയിൽ ഉള്ളവരെ കണ്ടുപിടിച്ചു. അവരടുത്ത് സംസാരിച്ച് പിന്നെ നമ്മൾ ചാനലൊക്കെ പരിചയപ്പെട്ടി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലാൽമഹലിലെത്തി. അപ്പോൾ ലാൽമഹലും കണ്ടു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് തന്നെ നമ്മൾ ശനിവാർ വാടയിൽ പോയി. ശനിവാർ വാടയിൽ നമ്മളിങ്ങോട്ട് കുറേ പീരങ്കി മാത്രമേ ഉള്ളൂ. എവിടെ നോക്കിയാലും പീരങ്കി. പിന്നെ അവിടെ കുറേ ഇൻഫർമേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ മഴയായിരുന്നു. ഒന്നാമത്തെ കാര്യം കുടയെടുക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ പറയാനായിട്ട് അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ കണ്ട് കുറേ ഫോട്ടോയും എടുത്ത് പിന്നെ നമ്മൾ അതിൻ്റെ ഏറ്റവും മേലെ ടോപ്പിൽ കയറി. അപ്പോൾ അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മൾ വേറൊരു വ്യൂ പോയിന്റിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പർവതി ഹിൽസ് എത്തിക്കുക. അടിപൊളി സീനറി എന്ന് വെച്ചാൽ അടിപൊളി സീനറി, പക്കാ സീനറി. അങ്ങനെ നമ്മൾ എന്താ പറയുക കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ എന്താ നമ്മൾ തിരിച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് വന്നപ്പോൾ നല്ല ചപ്പാത്തിയും ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിഷയങ്ങളത്തുള്ള പടത്തോട്ട് കാണാം. ബൈ.